വന്ന വഴി മറക്കുന്ന ആളാണ്. ഞാൻ ഒരിക്കലും വന്ന വഴി മറന്നിട്ടില്ല. നിങ്ങളിൽ ഓരോരുത്തർക്കും അറിയാം ഞാൻ വന്ന വഴി മറക്കാത്ത ആളാണ്. ഇന്നീ നിമിഷം വരെ അതിന് വന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു വഴിയിൽ ചെന്നിട്ടില്ല. പറഞ്ഞാൽ ഇവരെ പോലെ ഞാൻ കുറ്റം പറയാറില്ല. എനിക്ക് താല്പര്യമില്ല കുറ്റം പറയാൻ. വാവ്, വന്ന വഴി മറക്കാത്തൊരു രേണുസുതി. ഈ പുള്ളിക്കാരിയല്ലേ എല്ലായിടത്തും ചെന്നുകൊണ്ട് ഓൺലൈൻ മീഡിയാസിനോടൊക്കെ ചെന്ന് പറഞ്ഞത് അവരെന്നെ ഉപദ്രവിക്കുന്നു, ഇവരെന്നോട് ഉപദ്രവിക്കുന്നു, സ്ഥലം തന്നിട്ട് അതെന്റെ ഫെയിമിന്റെ പേരിലാണെന്നും വീട് ചോരുന്നു അത് ഇതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ രേണു അല്ലേ. അതിനുശേഷം അത് ചർച്ചയായി കഴിഞ്ഞപ്പോഴാണ് അതൊരു വിഷയമായി മാറിയത്. അതിനുശേഷം ബിഷപ്പിന് വേറെ ഇന്റർവ്യൂ കൊടുക്കേണ്ടി വന്നു. എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. എന്നിട്ട് രേണു പറയണം ഞാൻ വന്ന വഴി മറക്കാത്ത ആളാണ്. മക്കൾക്ക് വേണ്ടിയിട്ട്, സുധിച്ചേട്ടന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു സ്ഥലം ഞങ്ങൾ എന്നും അദ്ദേഹത്തോട്, പിതാവിന്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ്. മുന്നോട്ടും നന്ദി തന്നെ ഉണ്ടാകത്തുള്ളൂ. ഈ ഇടയ്ക്കും കൂടെ ഇട്ട ഒരു വീഡിയോയില് രേണുസുധിയും കൂട്ടുകാരും ചേർന്ന് ആ അച്ഛനെ കളിയാക്കുകയാണ് ചെയ്തത്. ഒരു മൂലയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചൂടെ, എന്തിനാ അച്ഛൻ അവിടെ നിന്ന് എത്തി നോക്കും, ഞാൻ ഇവിടുന്ന് നോക്കും, ഞാൻ ചെല്ലുമ്പോൾ ഇവരെ ആരും ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയല്ലേ ചെയ്തത്. എന്നിട്ടും പറയുന്നു ഞാൻ വന്ന വഴി മറക്കാത്ത ആളാണ്, ഒരിക്കലും ഞാൻ ആരെയും അപമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ നിങ്ങളെ വീട് വെച്ച് തന്നവരെ, നിങ്ങൾക്ക് സ്ഥലം തന്നവരെ നിങ്ങൾ പച്ചയ്ക്ക് അപമാനിച്ചു എന്നുള്ളത് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ രേണുസുധിയെക്കുറിച്ച് ഈ അച്ഛൻ പറഞ്ഞത്, രേണുസുധി എന്ന് പറയുന്ന വളർന്നു വരുന്ന ഒരു ചെറിയ കലാകാരി, ഇവരെ സമൂഹത്തിൽ അവഹേളിച്ച് ഒരു സ്ത്രീ എന്ന ബഹുമാനം പോലും കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. ഒരു വ്യക്തിയെ തരം താഴ്ത്താനായിട്ട് പൊതുസമൂഹത്തിൽ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തകർ ചെയ്യുന്നതിനോട് എന്നെ പോലുള്ള എളിയ ആൾക്കാർക്ക് ഒരു വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്ത്രീത്വത്തെ ബഹുമാനിക്കണം. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വിചാരിച്ചെങ്കിലും പോകാനുള്ളതിന് രേണു പിന്നെ അവരെ കയറി മാന്തി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലൂടെ തന്നെ ഒരു സ്ഥാനം ഉറപ്പിക്കാം എന്നുള്ള തീരുമാനത്തിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ ഇവരെയൊക്കെ പിന്നെയും ചെന്ന് പുറകെ ചെന്ന് ചൊറിഞ്ഞ് അവരുടെ അണ്ണാക്കി കൈയിട്ടിട്ട് അവരെ കൊണ്ട് കടിപ്പിക്കാൻ നോക്കുന്നത്.